ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ ചൂട് സമയത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി വയ്ക്കാവുന്ന ഒരു കിഡിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് നോക്കുന്നത്. മറ്റൊന്നുമല്ല, ബ്രെഡ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റോട് കൂടിയ പുഡിങ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് 4 ബ്രെഡ് സ്ലൈസാണ്. ആദ്യം നമുക്കിതിൻ്റെ വശങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ശേഷം ബ്രെഡ് ഇതേപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് ഇടയ്ക്കിടെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കാം. ബ്രെഡ് നല്ലതുപോലെ മൂത്ത് വരട്ടെ, അതുവരെ മൂപ്പിച്ചെടുക്കുക. ഇവിടെ ഇപ്പോൾ വളരെ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ഈ ഇട്ട് കൊടുത്ത ബ്രെഡെല്ലാം ചെറിയ തോതിൽ മൂത്തൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് മറുവശം മൂപ്പിക്കാം. ഇങ്ങനെ ഈ ബ്രെഡെല്ലാം മൂത്ത് ചുവന്നൊരു ബ്രൗൺ കളറായി വരുന്നത് വരെയും ഇടയ്ക്കിടെ തിരിച്ച് മറിച്ചും ഇട്ട് വേണം നമുക്കിത് മൂപ്പിച്ചെടുക്കാൻ. ബ്രെഡെല്ലാം നല്ലതുപോലെ മൂത്ത് ചുവന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. പിന്നെ ബ്രെഡ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എണ്ണ കുടിക്കുമോ എന്നുള്ള പേടി പലർക്കും ഉണ്ടാവും. അങ്ങനെ ഒരു പേടിയേ വേണ്ട. ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒട്ടും എണ്ണ കുടിക്കില്ല. അപ്പോൾ അതൊന്ന് ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ, അതായത് 15 ml ഉൾക്കൊള്ളുന്ന 1 ടേബിൾ സ്പൂണിൽ കസ്റ്റാർഡ് പൗഡർ എടുക്കുക. ശേഷം അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ടിട്ട് അതോടൊപ്പം തന്നെ 100 ml പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് പുഡിങ് തയ്യാറാക്കാൻ ആവശ്യമായ പാൽ, ഇവിടെ നമ്മൾ 300 ml പാലാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുത്താലുടൻ ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ കസ്റ്റാർഡ് പൗഡർ എടുക്കാൻ ഉപയോഗിച്ച അതേ ടേബിൾ സ്പൂൺ തന്നെയാണ് ഈ പഞ്ചസാര എടുക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ടേബിൾ സ്പൂണിൻ്റെ അളവെന്ന് പറയുന്നത് 15 ml ആണ്. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്കിത് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാൽ അത്യാവശ്യം തിളച്ച് വരുന്നത് വരെയും തുടരെ ഇളക്കി കൊടുക്കുക. പാൽ അത്യാവശ്യം തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് നിർബന്ധമായും ചേർത്ത് കൊടുക്കേണ്ടതില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതോടൊപ്പം തന്നെ നേരത്തെ കലക്കി മാറ്റി വെച്ച കസ്റ്റാർഡ് പൗഡർ മിക്സ് ഉണ്ടല്ലോ, അതൊരിക്കൽ കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ച് തുടരെ ഇളക്കി കൊടുക്കാൻ. ഇങ്ങനെ ഈ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഇത് പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആദ്യാവസാനം വരെ തുടരെ ഇളക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ഇതേ പരുവത്തിൽ കുറുകി വരുന്നത് വരെയും കൈയെടുക്കാതെ തുടരെ ഇളക്കി കൊടുക്കുക. ഇവിടെ ഇപ്പോൾ കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്ത് നമ്മൾ ഈ പാല് കുറുക്കി എടുത്തിട്ടുണ്ട്. തീരെ അങ്ങ് കുറുകി പോകാനും അതുപോലെ തീരെ ലൂസായി പോകാനും പാടില്ല. ഇതേ രീതിയിൽ തന്നെ കുറുക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിത് തയ്യാറാക്കി അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബ്രെഡ് സ്ലൈസ് ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രെഡ് പുഡിങ്ങിൻ്റെ പണിയൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ട്. വളരെ നിസ്സാരമായി തയ്യാറാക്കിയെടുക്കാവുന്ന ഈ ഒരു പുഡിങ് പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടമാവും. പ്രത്യേകിച്ച് ഈ ഉഷ്ണീന ശാന്തി കൃഷ്ണ എന്നൊക്കെ പറയപ്പെടുന്നത് പോലുള്ള ഈ ഉഷ്ണകാലത്ത്, അൺസഹിക്കബിളായിട്ടുള്ള ഈ ഉഷ്ണകാലത്ത് നമുക്കിത് മനസ്സിനും ശരീരത്തിനും ഒരു ആശ്വാസം തന്നെയാണെന്ന് പറയാം. പിന്നെ ഇത് 30 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. ഫ്രീസറിൽ വെക്കേണ്ട കേട്ടോ. ഒടുവിലായിട്ട് കുറച്ച് ബദാം നുറുക്കിയതും കൂടി ചേർത്ത് നമുക്കിത് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതുപോലെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.